കെ.പി. അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് പിന്നാലെ മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയും രംഗത്ത്. ഐ ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ നിശ്ചയിച്ച സുബ്രഹ്മണ്യന്റെ സ്ഥാനാർത്ഥിത്വം യു.ഡി.എഫിന് ഗുണം ചെയ്യില്ലെന്നാണ് ലീഗിന്റെയും കണക്കുകൂട്ടൽ. അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനായി കെ.പി.സി.സിയിൽ സമ്മർദ്ദം ശക്തമാക്കാനാണ് നേതാക്കളുടെ ആലോചന. കൊയിലാണ്ടിയിൽ യു.ഡി.എഫിന് സീറ്റ് തിരിച്ചുപിടിക്കാൻ നല്ലത് കെ.പി. അനിൽകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വേണമെന്നാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെയും കണക്കുകൂട്ടൽ. ഔദ്യോഗിക സ്ഥാനാർത്ഥിയും ഐ ഗ്രൂപ്പിന്റെ നോമിനിയുമായ സുബ്രഹ്മണ്യനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി കൊയിലാണ്ടി മണ്ഡലം കമ്മിറ്റിയിലെ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു. ജനകീയനും സജീവ പ്രവർത്തകനുമായ അനിൽകുമാറിന്റെ മികച്ച ഇമേജ് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് ഗുണം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റിയുടെയും അഭിപ്രായം. സാധാരണ തോറ്റ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി പിന്നീട് അണികളുമായി ബന്ധപ്പെടാറില്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും യു.ഡി.എഫിൻ്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാ കാര്യത്തിലും നല്ല ഒരു സമീപനം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അനിൽകുമാറിന് വേണ്ടി സമ്മർദ്ദം ശക്തമാക്കാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം വഴി കെ.പി.സി.സിയോട് ആവശ്യപ്പെടാനാണ് തീരുമാനം. ഈ വിഷയം ചർച്ച ചെയ്യാനായി മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. ടി.കെ. സബീന, റിപ്പോർട്ടർ, കോഴിക്കോട്.